നമസ്കാരം. സ്വർണ്ണക്കൊള്ളയിൽ ഇന്നലെ രാത്രി തുടങ്ങി വെളുക്കുവോളം ചോദ്യം ചെയ്യൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർണായക മൊഴികൾ. അറസ്റ്റ്, പിന്നീട് കസ്റ്റഡിയിൽ. ദുരൂഹത മറനീക്കി പുറത്തുവരണം. കടത്തിനു പിന്നിൽ ആരൊക്കെ? എല്ലാം പുറത്തുവരണം, വന്നേ മതിയാകൂ. സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നടന്നത് വൻ ഗൂഢാലോചനയെന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി. കവർച്ചയ്ക്ക് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സഹായിച്ചെന്നും അതിന് തക്കതായ പ്രതിഫലം നൽകിയെന്നും പോറ്റി മൊഴി നൽകിയതായി സൂചന. തന്നെ കുടുക്കിയതെന്ന് പോറ്റി. ഈ മാസം 30 വരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ട് റാന്നി കോടതി. ശബരിമലയിൽ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണം പൂശിയ പാളികൾ ഇന്ന് പുനഃസ്ഥാപിക്കും. ഹിജാബ് വിഷയത്തിൽ കുട്ടിയെ സ്കൂൾ മാറ്റാൻ കുടുംബം. സെന്റ് റീത്താസിൽ നിന്നും TC വാങ്ങും. മറ്റു കുട്ടികൾക്ക് ഭയമെന്ന പരാമർശം വേദനിപ്പിച്ചുവെന്ന് പിതാവ്. കാരണക്കാരായവർ മറുപടി പറയണമെന്നും ഹിജാബിനെതിരെ പറഞ്ഞത് ശിരോവസ്ത്രമിട്ട പ്രിൻസിപ്പളെന്നും മന്ത്രി. സ്കൂൾ നിയമം അനുസരിച്ചാൽ വിദ്യാർത്ഥിയെ സ്വീകരിക്കുമെന്ന് പ്രിൻസിപ്പാൾ. മന്ത്രിയെ അഭിനന്ദിച്ച് സമസ്തയുടെ ലേഖനം. വിവാദം ശബരിമല വിഷയത്തിൽ ദേവസ്വം മന്ത്രിയെ സംരക്ഷിക്കാനെന്ന് BJP. കോൺഗ്രസ് പുനഃസംഘടനയിൽ അതൃപ്തി പുകയുന്നു. പട്ടികയിൽ വിയോജിപ്പുമായി K മുരളീധരനും ചാണ്ടിയുമ്മനും. പരിഹസിച്ച് ഷമാ മുഹമ്മദിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പുതിയ നേതൃത്വത്തിൽ സംതൃപ്തരെന്ന് KPCC അധ്യക്ഷൻ. കോൺഗ്രസ് ജംബോ പാർട്ടിയെന്നും ഇനിയും ഭാരവാഹികൾ വരുമെന്നും സണ്ണി ജോസഫ്. വലിയകരയിൽ ടോൾ പിരിക്കാൻ ഉപാധികളോടെ അനുമതി നൽകി ഹൈക്കോടതി. പുതുക്കിയ നിരക്ക് ഈടാക്കരുതെന്നും കോടതി. ടോൾ ബൂത്തിന് സുരക്ഷ കൂട്ടി പോലീസ്. വിധി നിരാശാജനകമെന്ന ഹർജിക്കാരൻ ഷാജി കോടം കണ്ടാത്ത്. തൃശൂർ കുന്നംകുളം ഇട്ടിമാണി ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ രോഗി മരിച്ചു. ഗുരുതര ചികിത്സാ പിഴവെന്ന് ബന്ധുക്കൾ. സർജറിക്കിടെ അബദ്ധം സംഭവിച്ചുവെന്ന് ഡോക്ടറുടെ കുറ്റസമ്മതം. ഹെർണിയയ്ക്കുള്ള ശസ്ത്രക്രിയയ്ക്കിടെ മരിച്ചത് ചെറുമനങ്ങാട് സ്വദേശി ഇല്യാസ്. അർജന്റീന ഫുട്ബോൾ ടീം നവംബറിൽ കേരളത്തിൽ കളിക്കാനെത്തില്ലെന്ന് റിപ്പോർട്ട്. പര്യടനം മാറ്റുന്നത് ക്രമീകരണങ്ങൾ സജ്ജമാക്കാൻ സംഘാടകർക്ക് സാധിക്കാത്തതിനാലെന്ന് വിദേശ മാധ്യമത്തിന്റെ റിപ്പോർട്ട്. രഞ്ജി ട്രോഫിയിൽ മഹാരാഷ്ട്രയ്ക്കെതിരെ കേരളത്തിന് ബാറ്റിംഗ് തകർച്ച. 4 വിക്കറ്റ് നഷ്ടം. വാർത്തകൾ സമഗ്രമായി വിശദമായി നോക്കാം. ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച സമ്മതിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി. കവർച്ചയ്ക്ക് ഉദ്യോഗസ്ഥർ അടക്കം സഹായിച്ചിട്ടുണ്ടെന്നും ചെയ്ത സഹായത്തിന് തക്കതായ പ്രതിഫലം അവർക്ക് നൽകിയതായും ഉണ്ണികൃഷ്ണൻ പറഞ്ഞതായാണ് വിവരം. റാന്നി കോടതിയിൽ ഹാജരാക്കിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ മാസം 30 വരെ കസ്റ്റഡിയിൽ വിട്ടു. കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പുളിമാത്ത് വീട്ടിൽ നിന്നുമാണ് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുന്നത്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ പുലർച്ചെയോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ചോദ്യം ചെയ്യലിൽ പല നിർണായക വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. നടന്നത് വൻ ഗൂഢാലോചനയാണെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി SITക്ക് മുൻപാകെ മൊഴി നൽകി. സ്വർണ്ണക്കവർച്ചയ്ക്ക് ഉദ്യോഗസ്ഥരടക്കം സഹായിച്ചിട്ടുണ്ടെന്നും ചെയ്ത സഹായത്തിന് തക്കതായ പ്രതിഫലം അവർക്ക് നൽകിയതായും ഉണ്ണികൃഷ്ണൻ പറഞ്ഞതായാണ് വിവരം. സ്വർണം ഉദ്യോഗസ്ഥർക്ക് വീതിച്ചു നൽകിയെന്നും മൊഴി നൽകിയിട്ടുണ്ട്. ശില്പപാളികളിൽ സ്വർണം പൂശിയതിനു ശേഷം മിച്ചമെന്ന സ്വർണം കൽപേഷ് കൊണ്ടുപോയി എന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകി. കൽപേഷകനെ നിയോഗിച്ചത് ഉദ്യോഗസ്ഥരുടെ അറിവോടെയെന്നും ഉണ്ണികൃഷ്ണൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. മോഷ്ടിച്ച സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറിയത് കൽപേഷിനാണെന്നും SIT കണ്ടെത്തിയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ദേവസ്വം ഉദ്യോഗസ്ഥരെ അടക്കം പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തേക്കും. ഉണ്ണികൃഷ്ണന്റെ ബംഗളൂരു യാത്ര ദുരൂഹമെന്നും SIT വിലയിരുത്തുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സന്നിധാനത്ത് SIT പരിശോധന നടത്തിയിരുന്നു. 10 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തന്നെ കുടുക്കിയതാണെന്നും കുടുക്കിയവർ നിയമത്തിന് മുൻപിൽ വരുമെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി. റാന്നി കോടതിയിൽ ഹാജരാക്കിയ ശേഷം തിരികെ കൊണ്ടുപോകുമ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്.
ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭിഭാഷകൻ. പ്രതിക്ക് ശാരീരികമായ ചില പ്രശ്നങ്ങളുണ്ട്, അതിനാൽ കസ്റ്റഡിയിലുള്ള എല്ലാ ദിവസവും വൈദ്യപരിശോധന ഉറപ്പാക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അഭിഭാഷകൻ പ്രതികരിച്ചു. 14 ദിവസത്തേക്ക് ആവശ്യപ്പെട്ടിരുന്നു. ഇവിടുന്ന് റാന്നിയിൽ നിന്ന് വിൽസനായിട്ടാണ് അക്കാലത്ത് സമർപ്പിച്ചിട്ടുള്ളത്. 14 ദിവസം പോലീസ് കസ്റ്റഡിയിൽ കൃത്യമായിട്ടുള്ള മാൻഡേറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. അതിൽ എല്ലാ ദിവസവും മെഡിക്കൽ ചെക്കപ്പ് അടക്കമുള്ള വിഷയങ്ങൾ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ഇൻവെസ്റ്റിഗേഷനിൽ പരിപൂർണ്ണമായി സഹകരിക്കുന്ന കാര്യം ഓൾറെഡി തന്നെ ഇന്നലെ മുതൽ തന്നെ പോലീസ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ശാസ്ത്രമംഗലം അജിസാർ ഉൾപ്പെടെയുള്ള ആളുകൾ കൃത്യമായിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സഹകരിക്കുന്ന യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ 14 ദിവസം കൂടുതലൊന്ന് കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കോടതി കൃത്യമായിട്ട് മാൻഡേറ്റ് നടപടി കോടതി സ്വീകരിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി അൺഫിൽറ്റ് ഡിസൂസ ഉണ്ട് തിരുവനന്തപുരത്ത് നിന്നും. അൺഫിൽറ്റ്, നമ്മൾ ഈ പ്രതികരണങ്ങളൊക്കെ കണ്ടു. വെളുക്കുവോളം നീണ്ടുനിന്ന ചോദ്യം ചെയ്യൽ, നിർണായക മൊഴികളാണ് പുറത്തു വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. മഞ്ഞുപാളിയുടെ ഒരു അറ്റം മാത്രമാണോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുടുക്കിയതാണെന്ന് പോറ്റി തന്നെ പറയുന്നു. ഈ കടത്തിന് പിന്നിൽ ആര് ഒത്താശ ചെയ്തു? വിവാദങ്ങളൊക്കെ പൊളിയണം, എല്ലാം പുറത്ത് വരേണ്ടതുണ്ടല്ലോ അൺഫിൽറ്റ്. തീർച്ചയായും അതിലേക്കാണ് കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. അത് വ്യക്തമാണ്. വലിയൊരു ഗൂഢാലോചന അല്ലെങ്കിൽ ഗൂഢസംഘം ഇതിന് മുന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് സൂചന നൽകുന്ന റിമാൻഡ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 9 പേജുള്ള റിമാൻഡ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിച്ചത് അദ്ദേഹം ഒറ്റയ്ക്കല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സമാനമായ കുറ്റകൃത്യം ഇതിനു മുമ്പും പലതവണ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിച്ചവരാരാണ് എന്നുള്ളത് പുറത്തേക്ക് കൊണ്ടുവരണം. അതോടൊപ്പം തന്നെ ഈ സ്മാർട്ട് ക്രിയേഷൻസ് ഇതിൽ പ്രതി ചേർത്തിരിക്കുകയാണ്. പ്രതി ചേർത്തിട്ടില്ലെങ്കിൽ സ്മാർട്ട് ക്രിയേഷൻസ് ഇതിൽ ഈ കുറ്റകൃത്യത്തിൽ പങ്കുണ്ട് എന്ന് വളരെ വ്യക്തമാക്കുകയാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ. കാരണം സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയി ഈ സ്വർണം, അതായത് പാളിയിൽ നിന്ന് സ്വർണം ഉരുക്കി മാറ്റുന്നതിനുള്ളൊരു പ്രവൃത്തി, അതിന് സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഒരു പിന്തുണ അല്ലെങ്കിൽ ഒരു പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. മാത്രമല്ല മറ്റൊരു പ്രധാന വിവരം റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്, ഇത്രയും നാൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ അല്ലെങ്കിൽ ഇത്രയും നാൾ പുറത്തു വന്ന വിവരം, ഈ 989 ഗ്രാം സ്വർണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉരുക്കി മാറ്റിയതിന് ശേഷം അതിൽ നിന്ന് തന്നെ ഒരു 300 ഗ്രാം 394 ഗ്രാം ഇതിലോട്ട് വീണ്ടും ചേർത്താണ് പൂശിയാണ് അദ്ദേഹം തിരിച്ചു കൊണ്ടുവരുന്നത്. എന്നാൽ ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വിശദമായി ചോദ്യം ചെയ്തതെന്ന് മനസ്സിലാക്കുന്നത് ആ ഉരുക്കിയ സ്വർണം പിന്നീട് അത് തൊണ്ടി മുതലായി ഇപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ തന്നെയുണ്ട്. ഈ പിന്നീട് ഇത് ചെറുതായി ഒന്ന് പൂശി കൊണ്ടുവന്നത് വേറെ സ്പോൺസർമാരിൽ നിന്ന് പിടിച്ചെടുത്ത സ്വർണ്ണമാണ്, വേറെ സ്പോൺസർമാരുടെ സ്വർണ്ണമാണ്. അപ്പോൾ ഈ കളവ് പോയത് നഷ്ടപ്പെട്ട യഥാർത്ഥ സ്വർണം എന്ന് പറയുന്ന 2 കിലോയോളം സ്വർണം, അതാണ് തൊണ്ടി മുതൽ. ആ തൊണ്ടി മുതൽ ഇപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം തന്നെയുണ്ട്. സ്മാർട്ട് ക്രിയേഷൻസ് ഇതിന് ഒത്താശ ചെയ്തു കൊടുത്തു എന്ന പ്രധാനപ്പെട്ട വിവരമാണ് ഈ 9 പേജുള്ള റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. മാത്രവുമല്ല ഈ നടപടിക്രമങ്ങളൊക്കെ സംസ്ഥാനത്തിന് പുറത്താണ്. അതായത് ചെന്നൈ കേന്ദ്രീകരിച്ച് നടന്നു, ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് നടന്നു, ബംഗളൂരു കേന്ദ്രീകരിച്ച് നടന്നു. അതുകൊണ്ട് ഈ പ്രധാനപ്പെട്ട 3 ഇടങ്ങളിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോയി തെളിവെടുക്കേണ്ടതുണ്ട്. അതും കൃത്യമായി റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി സമാനമായ രീതിയിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്നതിനപ്പുറത്തേക്ക് ശബരിമലയിലാണ് അവിടെ ആയിരക്കണക്കിന് ഭക്തരുടെ അല്ലെങ്കിൽ കോടിക്കണക്കിന് ഭക്തരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തി വിശ്വാസ വഞ്ചന നടത്തിയാണ്, ആചാര ലംഘനം നടത്തിയാണ് ഈ പൊതുമുതൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ മുതൽ അദ്ദേഹം സ്വന്തമാക്കാനായി ശ്രമം നടത്തുകയൊക്കെ ചെയ്തു വഴിവിട്ട രീതിയിൽ. ഇതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിൽ നിന്ന് പ്രവർത്തിച്ച അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് വഴിവിട്ട സഹായം നൽകിയത് ആരൊക്കെയാണ് എന്ന് കണ്ടെത്തേണ്ടതുണ്ടെന്നും കൃത്യമായി തന്നെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. അപ്പോൾ അതിൻ്റെ രക്തചുരുക്കം എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് ഇതിലൊരു പങ്കാളി മാത്രമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന വലിയൊരു സംഘമുണ്ട്. ആ വലിയൊരു സംഘത്തെ കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ട് എന്നതിൻ്റെ സൂചന തന്നെയാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നത്. ശരി, അത് തന്നെയാണ്. എന്തായാലും ദുരൂഹതകൾ മറനീക്കി പുറത്തു വരണം എന്നത് തന്നെയാണ് വിവരങ്ങളാണ് അൺഫിൽറ്റ് ഡിസൂസ നൽകിയത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റു പ്രതികരണങ്ങൾ നോക്കാം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റിൽ വളരെ സന്തോഷമെന്നും ആദ്യത്തെ പ്രതിയെ കിട്ടിയെന്നും ദേവസ്വം മന്ത്രി വി എൻ വാസവൻ. വളരെ വേഗത്തിൽ അന്വേഷണം നടക്കുകയാണ്. നിയമത്തിന്റെ ദൃഷ്ടി കുറ്റവാളികളിലെല്ലാം വരണം. ബാക്കി വിവരങ്ങൾ ചോദ്യം ചെയ്യലിൽ പുറത്തു വരട്ടെയെന്നും മന്ത്രി പ്രതികരിച്ചു. വളരെ വേഗത്തിലായില്ലേ, വളരെ സന്തോഷകരമല്ലേ. നിയമത്തിന്റെ ദൃഷ്ടിയിൽ കുറ്റവാളികളെല്ലാം വരണം. വളരെ സന്തോഷമുണ്ട്. ആദ്യത്തെ പ്രതിയെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ബാക്കി ചോദ്യം ചെയ്യൽ വരട്ടെ. വളരെ വേഗത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ SIT പ്രഖ്യാപിച്ചപ്പോൾ തന്നെ വളരെ സമഗ്രമായ അന്വേഷണം സമയബന്ധിതമായി നടക്കുമെന്ന് നമ്മളെല്ലാം പ്രതീക്ഷിച്ചു. അതിനനുസരിച്ച് തന്നെ വളരെ വേഗത്തിൽ അയാളുടെ അറസ്റ്റ് ഇന്നലെ രാത്രി തന്നെ നടന്നിരിക്കുന്നു. ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് വൈകി എന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പോറ്റി കുടുങ്ങിയാൽ സർക്കാർ കുടുങ്ങും. കടകംപള്ളി പോറ്റിയെ പുകഴ്ത്തുന്ന ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നതാണെന്നും വി ഡി സതീശൻ തൃശൂരിൽ പറഞ്ഞു. അത് വൈകിപ്പോയെന്നുള്ളത് മാത്രമല്ല, എല്ലാവർക്കും അറിയാമല്ലോ. പോറ്റിയെ സംരക്ഷിച്ചത് ആരാണ്?
പോറ്റിയാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ പോറ്റിയുടെ തലയിലും മാത്രമാണ് ഇരിക്കുന്നത്. പോറ്റി ഇത് ചെയ്തു എന്നും അതിന് ഉത്തരവാദികളായ രാഷ്ട്രീയ നേതാക്കളും ബോർഡ് നേതാക്കളും ഒക്കെ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇത് മൂടി വയ്ക്കുകയായിരുന്നു. ഇവർക്ക് അറിയാമായിരുന്നിട്ട് ഇവർ മൂടി വയ്ക്കുകയായിരുന്നു എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. അന്ന് എന്തുകൊണ്ട് ആ പോറ്റിക്കെതിരായിട്ട് ഇവർ നടപടിയെടുത്തില്ല? ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തത് നല്ല കാര്യമാണെന്നും സ്വർണം എത്രയും പെട്ടെന്ന് വീണ്ടെടുക്കണമെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യാൻ 10 ദിവസമെടുത്തു. പോറ്റി മാത്രമല്ല, പോറ്റിയെ പോറ്റിയവരുമുണ്ട്. അവരിലേക്ക് അന്വേഷണം എത്തണമെന്നും സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു. അതിൽ ഒരു പ്രതിയെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തതായിട്ട് കാണിച്ചിട്ടുള്ളത്. അത്രയും മുന്നോട്ട് വന്നത് അംഗീകരിക്കുന്നു. പക്ഷേ ഇതിൽ നഷ്ടപ്പെട്ട സ്വർണം എത്ര, എവിടെ, ആർക്ക് വിറ്റു, ആരൊക്കെ ചേർന്ന് വിറ്റു, ഗൂഢാലോചനയിൽ ആരൊക്കെ പങ്കാളികൾ, സ്വർണം കണ്ടെടുക്കണം. ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ നേരത്തെ ആവശ്യപ്പെട്ട കാര്യമാണ്. അതിപ്പോഴും നടപ്പിലാക്കിയിട്ടില്ല. അത് വേണം. ശബരിമല ദ്വാരപാലക ശില്പത്തിൽ നിന്നും അറ്റകുറ്റപ്പണികൾക്കായി അഴിച്ചുമാറ്റിയ സ്വർണ്ണപ്പാളികൾ വൈകിട്ട് 4 മണിയോടെ പുനഃസ്ഥാപിക്കും. തുലാമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5-നാണ് നട തുറക്കുന്നത്. രാഷ്ട്രപതിയുടെ സന്ദർശനത്തിനായുള്ള ഒരുക്കങ്ങളും സന്നിധാനത്ത് പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി രജിത്തുണ്ട് സന്നിധാനത്ത് നിന്നും. രജിത്ത്, വൈകിട്ടോടെ നട തുറക്കും. രാഷ്ട്രപതിയുടെ സന്ദർശനമുണ്ട്. ഒപ്പം സ്വർണ്ണപ്പാളികൾ വൈകിട്ടോടുകൂടി പുനഃസ്ഥാപിക്കും എന്നതാണ്. ക്രമീകരണങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? വിവരങ്ങൾ. വൈകിട്ട് 5 മണിക്കാണ് ശബരിമലയിൽ അയ്യപ്പ ഭക്തർക്കായി തുലാമാസ പൂജകൾക്കായി ശബരിമല നട തുറക്കുന്നത്. തന്ത്രി മഹേഷ് മോഹനന്റെ നേതൃത്വത്തിൽ അരുൺ നമ്പൂതിരി, മേൽശാന്തിയായ അരുൺ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിക്കുന്നതോടുകൂടിയാണ് അയ്യപ്പ ഭക്തർക്ക് ദർശനം അനുവദിക്കുന്നത്. അതിന് മുന്നോടിയായി തന്നെ 4 മണിക്കാണ് ഈ ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിൽ നിന്നും ഇളക്കുമാറ്റിയിട്ടുള്ള സ്വർണം പൂശിയ ചെമ്പ് പാളികൾ പുനഃസ്ഥാപിക്കുന്നത്. അത് നേരത്തെ തന്നെ ശബരിമലയിലെ സ്ട്രോങ് റൂമിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇതിന്റെ പരിശോധന അടക്കം, ഹൈക്കോടതിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇതിന്റെ പരിശോധന അടക്കം പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതിയുടെ നിർദ്ദേശം, ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുമാണ് ഇത് പുനഃസ്ഥാപിക്കുന്നത്. തന്ത്രിയുടെ അനുമതിയോടുകൂടി പുനഃസ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. 4 മണിയോടുകൂടി അത് നടക്കും. അതിനുശേഷം 5 മണിയോടുകൂടി നട തുറന്ന് ഭക്തർക്ക് ദർശനത്തിനുള്ള സൗകര്യമുണ്ടാകും. 10 മണി വരെ ദർശന സൗകര്യം ഇന്നുണ്ട്. നാളെ രാവിലെ മുതൽ തന്നെ തുടർ ദർശനം ഉണ്ടാകും. അടുത്ത ദിവസമാണ്, നാളെയാണ് മേൽശാന്തിമാരുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സന്നിധാനം മേൽശാന്തിമാരുടെ ലിസ്റ്റിൽ 14 പേരുടെ പേരുകളാണ് ഉള്ളത്. ഒപ്പം തന്നെ മാളികപ്പുറം മേൽശാന്തിമാരുടെ ലിസ്റ്റിൽ 13 പേരുടെ പേരുണ്ട്. ഇതിൽ നിന്നാണ് നറുക്കെടുപ്പിലൂടെ മേൽശാന്തിമാരെ തെരഞ്ഞെടുക്കുന്നത്. അവരാകും വരാൻ പോകുന്ന മണ്ഡലകാലത്ത് വൃശ്ചികം 1 മുതൽ സന്നിധാനത്ത് പൂജകൾ നടത്തുക. എന്നാൽ ഇന്ന് 22-ാം തീയതിയാണ് രാഷ്ട്രപതി ശബരിമലയിലെത്തി ദർശനത്തിനായി എത്തുന്നത്. അതിനുള്ള ഒരുക്കങ്ങളും ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇന്ന് നട തുറക്കുന്നതിന് മുന്നോടിയായി തന്നെ പല ഘട്ടങ്ങളിലായി പമ്പയിൽ നിന്നും ശബരിമലയിലേക്കുള്ള ട്രയൽ റൺ അടക്കം ഇതിനോടകം പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ശരി, വിവരങ്ങളാണ് സന്നിധാനത്തു നിന്നും രജിത്ത് നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട മുരാരി ബാബു NSS പെരുന്ന കരയോഗം വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. NSS നേതൃത്വത്തിന്റെ ആവശ്യപ്രകാരമാണ് രാജി. കഴിഞ്ഞ വ്യാഴാഴ്ച രാജി സമർപ്പിച്ചിരുന്നു. ശനിയാഴ്ച കരയോഗം ചേർന്ന് രാജി അംഗീകരിച്ചു. ഹിജാബ് വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ പള്ളുരുത്തി സെന്റ് റീത്താസ് ഹൈസ്കൂളിൽ പഠനം തുടരാൻ താൽപ്പര്യമില്ലെന്ന് കുട്ടി അറിയിച്ചതായി പിതാവ്. കുട്ടി വലിയ മാനസിക സമ്മർദ്ദത്തിലാണെന്ന് പിതാവ് പറഞ്ഞു. അതേസമയം സ്കൂൾ നിയമങ്ങൾ പാലിച്ച് കുട്ടിക്ക് സ്കൂളിൽ പഠനം തുടരാമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ പ്രതികരിച്ചു. പള്ളുരുത്തി ഹിജാബ് വിവാദത്തിൽ കുട്ടിയെ മറ്റൊരു സ്കൂളിൽ ചേർക്കാനാണ് പിതാവ് അനസിന്റെ തീരുമാനം. ഇക്കാര്യം കുട്ടി തന്നെ ആവശ്യപ്പെട്ടു എന്നും കുട്ടി മാനസികമായി ബുദ്ധിമുട്ടിലാണെന്നും അതുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനമെടുക്കുന്നതെന്നും പിതാവ് വ്യക്തമാക്കി. സെന്റ് റീത്ത സ്കൂളിൽ നിന്നും TC വാങ്ങുന്നതിനുള്ള നടപടികളിലേക്ക് ഉടൻ കടക്കും. എൻ്റെ മകള് ഹിജാബ് ധരിച്ചു വരുമ്പോൾ കുട്ടികൾക്ക് ഭയമുണ്ടാകുന്നു എന്ന് അവിടുത്തെ പ്രിൻസിപ്പൽ പറഞ്ഞത് എൻ്റെ മകൾക്ക് വളരെയധികം വിഷമമുണ്ടാക്കിയ വാക്കാണ്. എൻ്റെ കുട്ടിയെ അവിടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ മകൾ ധരിച്ചിരുന്ന ഷാള് മതേതരത്വമില്ലേ ആ ഷാളിൽ, അവിടെ ഒരു സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി പരാതിയുമായി ഞാൻ പോകുന്നില്ല. കുട്ടിക്കും കുടുംബത്തിനുമെതിരെ വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുവെന്നും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും കുട്ടിയുടെ പിതാവിന്റെ അഭിഭാഷകൻ പറഞ്ഞു. ഇദ്ദേഹത്തിനെതിരെ വ്യാജമായി നടക്കുന്ന പ്രചരണങ്ങൾക്കെതിരെ മാത്രമാണ് ഇപ്പോൾ നിയമ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകളുടെ
ഹിജാബ് ധരിക്കുവാനുള്ള വിശ്വാസപ്രകാരവും സംസ്കാരപ്രകാരവുമുള്ള അവകാശവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ബാക്കിയാണ്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഇനിയൊരു സംഘർഷവുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. അതേസമയം സ്കൂൾ നിയമങ്ങൾ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ വിദ്യാർത്ഥിനിക്ക് സ്കൂളിൽ പഠനം തുടരാമെന്ന് പ്രിൻസിപ്പൽ ഹെലീന ആൽബി വ്യക്തമാക്കി. ഇവിടുത്തെ ഈ സ്കൂളിലെ നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് ഞങ്ങളുടെ വിദ്യാർത്ഥിനി വന്നാൽ ആദ്യ ദിനം വന്ന അതേ സ്നേഹത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാകുവോളം ആ കുഞ്ഞിനെ വിദ്യ നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. ഈ വിദ്യാലയത്തിന് അവകാശങ്ങളുണ്ടെന്നും അതിന് സുരക്ഷ വേണമെന്ന് ബോധ്യമായപ്പോൾ സംരക്ഷണം നൽകിയ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്ക് നന്ദി. ഒരു വിദ്യാലയവും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹകരണങ്ങൾ ഇല്ലാതെ നല്ല രീതിയിൽ നടന്നു പോവുക ക്ലേശകരമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. കുട്ടികൾക്ക് വേണ്ടതെല്ലാം സ്കൂൾ നൽകുന്നുണ്ട്. കുട്ടി സ്കൂളിൽ നിന്ന് TC വാങ്ങാൻ തീരുമാനിച്ച കാര്യം നിലവിൽ അറിയില്ലെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. അമൃത ന്യൂസ്, കൊച്ചി. മന്ത്രി വി ശിവൻകുട്ടിയെ പുകഴ്ത്തി സമസ്ത മുഖപത്രം സുപ്രഭാതം. ശിരോവസ്ത്ര വിവാദത്തിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ സമീപനം അഭിനന്ദാർഹമെന്നും ഭരണഘടനയെയും മതേതരത്വത്തെയും ചേർത്തുപിടിച്ചുള്ള പ്രതികരണമാണ് നടത്തിയതെന്നും ലേഖനത്തിൽ പറയുന്നു. അതേസമയം സമസ്തയുടെ അഭിപ്രായം പറഞ്ഞതിന് നന്ദിയെന്നും ഒരു കുട്ടിയുടെ പ്രശ്നമാണെങ്കിലും സംരക്ഷണം നൽകുക എന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. ശിരോവസ്ത്രം ധരിച്ച അധ്യാപിക കുട്ടി ഇത് ധരിക്കരുത് എന്ന് പറഞ്ഞതാണ് വലിയ വിരോധാഭാസമെന്നും മന്ത്രി ആക്ഷേപിച്ചു. മന്ത്രി വി ശിവൻകുട്ടിയെ പ്രശംസിച്ചും പള്ളുരുത്തി സെയിന്റ് റീത്താസ് പബ്ലിക് സ്കൂളിനെ വിമർശിച്ചുമാണ് സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിലെ മുഖപ്രസംഗം. മന്ത്രി വി ശിവൻകുട്ടിയുടെ സമീപനം അഭിനന്ദാർഹമാണെന്നും ഭരണഘടനയെയും മതേതരത്വത്തെയും ചേർത്ത് പിടിച്ചുള്ള പ്രതികരണമാണ് മന്ത്രി നടത്തിയതെന്നും തട്ടം കാണുമ്പോൾ മറന്നീക്കുന്ന വർഗീയത എന്ന തലക്കെട്ടോടുകൂടിയ ലേഖനത്തിൽ പറയുന്നു. അതേസമയം ശിരോവസ്ത്രത്തിന്റെ പേരിൽ പള്ളുരുത്തി സെയിന്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ നടന്നത് ഹീനമായ വർഗീയ പ്രചാരണമാണെന്നും ശിരോവസ്ത്ര അവകാശത്തിന് വാദിച്ചവരെ വർഗീയവാദിയാക്കി ചാപ്പകുത്തുന്നുവെന്നും ദിനപത്രത്തിൽ പറയുന്നു. തന്റെ വിശ്വാസപ്രകാരമുള്ള വസ്ത്രം, അതും സ്കൂൾ യൂണിഫോമിന് വിരുദ്ധമല്ലാത്ത വിധത്തിലുള്ള തട്ടമണിഞ്ഞു വന്നത് എങ്ങനെയാണ് അപരാധമാവുകയെന്ന ചോദ്യവും ലേഖനത്തിൽ ഉന്നയിക്കുന്നുണ്ട്. അതേസമയം സംസ്ഥയുടെ അഭിപ്രായം പറഞ്ഞതിന് നന്ദിയെന്നും ഒരു കുട്ടിയുടെ പ്രശ്നമാണെങ്കിലും സംരക്ഷണം നൽകുക എന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും മന്ത്രി വി ശിവൻകുട്ടി കോഴിക്കോട് പറഞ്ഞു. ശിരോവസ്ത്രം ധരിച്ചു നിൽക്കുന്ന അധ്യാപികയാണ് കുട്ടി ഇത് ധരിക്കരുതെന്ന് പറഞ്ഞതെന്നും അതാണ് വലിയ വിരോധാഭാസമെന്നും മന്ത്രി ആക്ഷേപിച്ചു. ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടുള്ള നിൽക്കുന്ന ടീച്ചറാണ് പിന്നെ കുട്ടിയോട് പറഞ്ഞത് ശിരോവസ്ത്രം ധരിക്കാൻ വേണ്ടി പാടില്ല. അതൊക്കെ ഒരു വിരോധാഭാസമായിട്ട് മാത്രമേ നമുക്ക് കാണുന്നതിന് വേണ്ടി പിന്നെ കഴിയുകയുള്ളൂ. അപ്പോൾ നമുക്ക് പ്രശ്നം പരിഹാരം കണ്ടെത്തി പോകണം. സ്കൂളിൻ്റെ അന്തരീക്ഷം സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി കഴിയണം. വാശിയും വൈരാഗ്യമൊക്കെ നമുക്ക് മാറ്റിവെച്ചിട്ട് കുട്ടിയും കൂടെ സ്കൂളിൽ ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ചെയ്യുകയായിരിക്കും നല്ലത്. വിദ്യാർത്ഥിനി ശിരോവസ്ത്രം ധരിച്ചെത്തിയതിനെ തുടർന്നുണ്ടായ തർക്കം വഷളാക്കാനില്ലെന്നും സ്കൂൾ തലത്തിൽ സമവായം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വിവാദം അവസാനിക്കട്ടെ എന്നുമായിരുന്നു മന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം. അമൃത ന്യൂസ്, കോഴിക്കോട്. ഹിജാബ് വിവാദം ശബരിമല വിഷയത്തിൽ ദേവസ്വം മന്ത്രിയെ സംരക്ഷിക്കാൻ മന്ത്രി വി ശിവൻകുട്ടി സൃഷ്ടിച്ച വിവാദമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ജമാഅത്തെ ഇസ്ലാമിയും SDPയും അല്ല ഇത്തരം അവകാശങ്ങൾ തീരുമാനിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ഹിജാബ് വിവാദവും RSSനെതിരെ വന്ന ആത്മഹത്യാ വിവാദവും ശബരിമല വിഷയത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു. CPMും ഇന്നലെ ശിവൻകുട്ടി അവിടെ ഒരു സെയിന്റ് റീത്ത സ്കൂളിൽ ഒരു കോൺട്രവേഴ്സി മാനുഫാക്ചർ ചെയ്തിട്ടുണ്ട്. അത് എന്തിനു വേണ്ടി? ശബരിമലേൻ്റെ ഈ കൊള്ളേൻ്റെ ഇഷ്യൂസിന് ശ്രദ്ധ തിരിക്കാൻ CPMൻ്റെ ഒരു ശ്രമം. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം ഇത് ഒരു വലിയ പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്. ഹിന്ദു സമുദായത്തിനെ ബാധിക്കുന്ന, എഫക്റ്റ് ചെയ്യുന്ന, അവരെ ഉപദ്രവിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. ഇതിന് ഞങ്ങൾ തൃശൂർ പാലിയേക്കര ടോൾ പിരിവിൽ നിർണായക ഉത്തരവുമായി ഹൈക്കോടതി. ഉപാധികളോടെ ടോൾ പിരിക്കാമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഹൈക്കോടതി. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും പുതുക്കിയ ടോൾ നിരക്ക് ഈടാക്കാൻ പാടില്ലെന്നും കോടതി നിർദ്ദേശിച്ചു. കേസ് 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. വിധി നിരാശാജനകമെന്ന് ഹർജിക്കാരൻ ഷാജി കോടംകണ്ടത്ത് പ്രതികരിച്ചു. കോടതി വിധി മാനിക്കുന്നുവെന്നും കൂടുതൽ കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നും DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റും പ്രതികരിച്ചു. ഗതാഗതക്കുരുക്ക് രൂക്ഷമായതിനെ തുടർന്ന് 2 മാസം മുൻപാണ് പാലിയേക്കരയിലെ ടോൾ പിരിവ് കോടതി താൽക്കാലികമായി തടഞ്ഞത്. ടോൾ പിരിവ് പുനരാരംഭിക്കാൻ ദേശീയപാത അതോറിറ്റി സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും അനുകൂല ഉത്തരവുണ്ടായിരുന്നില്ല.
കടുത്ത ഗതാഗതക്കുരുക്കിനെ തുടർന്ന് സർവീസ് റോഡുകളടക്കം അറ്റകുറ്റപ്പണി അവസാന ഘട്ടത്തിലാണെന്ന് തൃശൂർ ജില്ലാ കളക്ടർ കോടതിയെ അറിയിച്ചിരുന്നു. മേഖലയിലെ ഗതാഗതക്കുരുക്കും റോഡിലെ പ്രശ്നങ്ങളും തുടരുകയാണെന്ന് ജില്ലാ കളക്ടർ കോടതിയെ അറിയിച്ചതിനാൽ ടോൾ പിരിവ് പാടില്ല എന്ന കോടതി ഈ മാസം ആദ്യം വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കാൻ സമയം വേണമെന്ന് ദേശീയപാത അതോറിറ്റിയും കോടതിയിൽ ആവശ്യപ്പെട്ടു. നിലവിൽ ടോൾ പിരിവ് അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ടോള് പുനഃസ്ഥാപിക്കാനുള്ള ഹൈക്കോടതിയുടെ തീരുമാനത്തിൽ പൂർണ്ണ തൃപ്തിയില്ലെന്ന് ഹർജിക്കാർ പ്രതികരിച്ചു. കോടതി പറഞ്ഞത് സുഗമമായ ഗതാഗതം ചെയ്താൽ മാത്രമേ ടോൾ പിരിക്കാൻ റൈറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞാണ് സുപ്രീം കോടതിയുടെ വിധി വന്നിട്ടുള്ളത്. ആ വിധിയിൽ ഒരു സ്പിരിറ്റ് ഇന്ന് ഉൾക്കൊണ്ടിട്ടില്ല എന്നൊരു തോന്നൽ ഞങ്ങൾക്കുണ്ട്. യാത്രക്കാരുടെ ബുദ്ധിമുട്ടും ജനങ്ങളുടെ കഷ്ടപ്പാടും കോടതി കൃത്യമായി പരിശോധിച്ചിട്ടില്ല എന്ന് നമുക്ക് തോന്നുന്നു. ഇത്രയേറെ സംഭവവികാസങ്ങൾ ഉണ്ടായിട്ട് ബഹുമാനപ്പെട്ട MP ആയ കേന്ദ്രമന്ത്രി ഇതുവരെ അതിലൊന്നും സംസാരിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന്റെ അതേ നിലപാട് തന്നെയാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിനുള്ളത്. ആ കളക്ടറുടെ ഓർഡർ പിൻവലിക്കാനുണ്ടായ സാഹചര്യം അവിടെ നിലനിൽക്കുന്നു. സമ്മർദ്ദം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായി. സുപ്രീം കോടതി ഉൾപ്പെടെ കേസിലേക്ക് വരുമ്പോഴും അവിടെയെല്ലാം സർക്കാർ മൗനം പാലിക്കുന്ന സാഹചര്യമുണ്ടായി. മാസങ്ങളായുള്ള ഗതാഗതക്കുരുക്കിൽ വലയുന്നത് യാത്രികരാണ്. മണിക്കൂറുകൾ നീണ്ട ഗതാഗതക്കുരുക്കാണ് പലയിടങ്ങളിലും കാണാനാകുന്നത്. അമൃത ന്യൂസ്, തൃശൂർ. ജംബോ പട്ടിക പുറത്തു വന്നിട്ടും KPCC പുനഃസംഘടനയെ ചൊല്ലി ഭിന്നത ശക്തമാകുന്നു. ഷമാ മുഹമ്മദിനും ചാണ്ടിയുമ്മനും പിന്നാലെ മുതിർന്ന നേതാവ് K മുരളീധരനും വിയോജിപ്പ് പ്രകടിപ്പിച്ച് രംഗത്തുണ്ട്. അതേസമയം പുനഃസംഘടനയിൽ സംതൃപ്തരെന്നും വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്നുമാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. നേതൃത്വം ഒറ്റക്കെട്ടാണ് എന്ന് പല ആവർത്തി പറയുന്ന കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പെന്ന നിർണായക വേളയിൽ പോലും പടലപ്പിണക്കങ്ങൾ മറനീക്കി പുറത്തുവരികയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടി മുതൽ കോൺഗ്രസ് നേതൃത്വം പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പോരടിക്കുകയാണ്. VD സതീശൻ ഷാഫി പറമ്പിൽ ചേരിയിലുണ്ടായ വിള്ളൽ പുതിയ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പായപ്പോഴേക്കും കലഹമായി മാറി. അത് കെട്ടടങ്ങും മുമ്പേ KPCC ഭാരവാഹി പട്ടികയെ ചൊല്ലി പുതിയ പൊട്ടിത്തെറി ഉടലെടുക്കുന്നു. കലഹം ഒഴിവാക്കാൻ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയാണ് ജംബോ പട്ടിക പുറത്തുവന്നതെങ്കിലും ഒഴിവാക്കപ്പെട്ടവർ വെറുതെ ഇരിക്കാൻ തയ്യാറല്ല. FB പോസ്റ്റിട്ട് ഷമാ മുഹമ്മദ് ആദ്യം രംഗത്തു വന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കാത്തതിൽ നേതൃത്വത്തിനെതിരെ ക്ഷമ പരസ്യമായി രംഗത്തു വന്നിരുന്നു. യോഗ്യതയാണോ മാനദണ്ഡമെന്ന ചോദ്യം പട്ടിക പ്രസിദ്ധീകരിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ക്ഷമ ഉന്നയിച്ചു. പിന്നാലെ ചാണ്ടിയുമ്മനെ ഒഴിവാക്കിയതിൽ ചാണ്ടി അനുകൂല വിഭാഗം അതൃപ്തി രേഖപ്പെടുത്തി. KPCC വൈസ് പ്രസിഡന്റ് സ്ഥാനം പ്രതീക്ഷിച്ചിരുന്ന ചാണ്ടിയെ നേതൃത്വം മനഃപൂർവ്വം തഴഞ്ഞുവെന്നാണ് ഒരു വിഭാഗം ആരോപിക്കുന്നത്. തന്റെ പിതാവിന്റെ ഓർമ്മ ദിവസം AICC ദേശീയ സെല്ലിൽ നിന്ന് തന്നെ ഒഴിവാക്കിയതിലെ അമർഷം കഴിഞ്ഞ ദിവസം പരസ്യപ്പെടുത്തിയ ചാണ്ടി ഉന്നമിട്ടത് KC വേണുഗോപാലിനെയും VD സതീശനെയുമാണ്. പിന്നാലെ K മുരളീധരനും താൻ മുന്നോട്ട് വെച്ച പേരുകൾ ഒഴിവാക്കിയതിലെ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നു. K കരുണാകരന്റെ കാലം മുതൽ ഒപ്പമുണ്ടായിരുന്ന മരിയാപുരം ശ്രീകുമാറിനെയും KM ഹാരിസിനെയും ഉൾപ്പെടുത്താത്തതിൽ പക്ഷെ വിയോജിപ്പ് പരസ്യപ്പെടുത്താൻ തൽക്കാലം മുരളീധരൻ തയ്യാറാകുന്നില്ല എന്നു മാത്രം. കോൺഗ്രസ് ഒരു ജംബോ പാർട്ടിയാണ്. അതിനൊരു ചെറിയ നേതൃത്വം പോരാ, ശക്തമായ നേതൃത്വം വേണം. കാര്യമായ അതൃപ്തികളൊന്നും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഏതാണ്ട് എല്ലാവരുടെയും ഫലപ്രദമായ നിർദ്ദേശങ്ങൾ ഒരു മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാം പരിശോധിച്ചിട്ടുണ്ട്, പരിഗണിച്ചിട്ടുണ്ട്. 13 വൈസ് പ്രസിഡന്റുമാരും 58 ജനറൽ സെക്രട്ടറിമാരും 39 രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുമാണ് ഇപ്പോൾ ഉള്ളത്. ഇനി KPCC സെക്രട്ടറിമാരെ കൂടി പ്രഖ്യാപിക്കാനുണ്ട്. DCC അധ്യക്ഷന്മാരുടെ പുനഃസംഘടന വൈകുമെന്നാണ് വിവരം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. KPCC പുനഃസംഘടനാ പട്ടികയിൽ അതൃപ്തിയിൽ VD സതീശൻ പട്ടിക കൂടിയാലോചിച്ച് പ്രഖ്യാപിച്ചതാണോ എന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയില്ല. എല്ലാം പാർട്ടി നേതൃത്വം പറയുമെന്ന് VD സതീശൻ പറഞ്ഞു. KPCC ആണോ പട്ടിക തയ്യാറാക്കിയതെന്ന ചോദ്യത്തിനും KPCC പ്രസിഡന്റിനോട് ചോദിക്കൂ എന്ന് മറുപടി. നിലവിലെ പട്ടികയിൽ തീരുമാനം പാർട്ടിയും ദേശീയ നേതൃത്വവും ചേർന്ന് എടുത്തതാണ്. സെക്രട്ടറിമാരെ ഇനിയും അനൗൺസ് ചെയ്യാനായിട്ടില്ല. അതിൽ വിഷമമുണ്ടെന്നും VD സതീശൻ തൃശ്ശൂരിൽ പറഞ്ഞു. അല്ല, അദ്ദേഹം DCC പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. മുൻ DCC പ്രസിഡന്റുമാരായിരുന്നവരെ എല്ലാതിൻ്റെ നോംസ് അനുസരിച്ച് വെച്ചു. ഞാനതിൻ്റെ വിശദാംശങ്ങളൊന്നും സംസാരിക്കുന്നില്ല. അത് പാർട്ടി ദേശീയ നേതൃത്വവും ആലോചിച്ച് ചെയ്തിരിക്കുന്ന ഒരു വിഷയം. ഞാനതിലൊരു കമൻറ്റും പറയുന്നില്ല. എനിക്ക് പേരാമ്പ്ര സംഘർഷത്തിൽ 3 പേർ കൂടി പോലീസ് കസ്റ്റഡിയിൽ. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി വിനോദൻ കല്ലൂർ, കോൺഗ്രസ് പ്രവർത്തകനായ മണി പൈതോത്ത്, മുസ്തഫ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പ്രവർത്തകരുടെ വീടുകളിൽ പരിശോധന നടത്തിയതിനു ശേഷമായിരുന്നു പോലീസിന്റെ നടപടി. പേരാമ്പ്ര സംഘർഷത്തിൽ പോലീസ് നടപടികൾ തുടരുകയാണ്. പേരാമ്പ്രയിൽ വാദി പ്രതിയാകുന്ന അവസ്ഥയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സ്ഫോടന വസ്തു എറിഞ്ഞെന്ന് വ്യാജ കേസാണ്. നിരപരാധികളായ ആളുകളെ അറസ്റ്റ് ചെയ്യുന്നുവെന്നും VD സതീശൻ തൃശ്ശൂരിൽ പറഞ്ഞു. പറയാനുള്ളത്, പേരാമ്പ്രയിൽ
ഷാഫി പറമ്പിൽ എംപിക്ക് മർദ്ദനമേറ്റതിന് ശേഷം പോലീസ് ഒരു കള്ള സ്ഫോടന കേസുണ്ടാക്കി കോൺഗ്രസ് പ്രവർത്തകരെയും നേതാക്കന്മാരെയും വേട്ടയാടുകയാണ്. മുസ്ലിം ലീഗിനെതിരെ രൂക്ഷ വിമർശനവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ മതേതര കോമഡിയാണ് ലീഗെന്ന് വെള്ളാപ്പള്ളിയുടെ പരിഹാസം. SNDP യോഗം മുഖമാസികയായ യോഗനാഥം മാസികയിലെ മുഖപ്രസംഗത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ ലീഗിനെതിരെ രംഗത്തെത്തിയത്. തൃശൂർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് യുവാവ് മരിച്ചു. വെള്ളറക്കാട് സ്വദേശി ഇല്യാസാണ് മരിച്ചത്. ഹെർണിയ രോഗത്തെ തുടർന്നുള്ള ശസ്ത്രക്രിയയ്ക്കിടയിലായിരുന്നു മരണം. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. സ്വർണ്ണവിലയിൽ കുതിപ്പ് തുടരുന്നു. പവന്റെ വില 1 ലക്ഷത്തിലേക്ക് അടുക്കുന്നു. ഇന്ന് പവന് 2440 രൂപയും ഗ്രാമിന് 305 രൂപയും വർദ്ധിച്ചു. 97,360 രൂപയാണ് പവന്റെ വില. ഗ്രാമിന്റെ വില 12,170 രൂപയായി. രാജ്യാന്തര വിലയുടെ ചുവടുപിടിച്ചാണ് കേരളത്തിൽ സ്വർണ്ണവിലയുടെ കുതിച്ചുകയറ്റം. കായിക വാർത്തകൾ നോക്കാം. അർജന്റീന ഫുട്ബോൾ ടീം നവംബറിൽ കേരളത്തിൽ കളിക്കാനെത്തില്ല എന്ന റിപ്പോർട്ട്. ക്രമീകരണങ്ങൾ സജ്ജമാക്കാൻ സംഘാടകർക്ക് സാധിക്കാത്തതുകൊണ്ടാണ് നവംബറിലെ പര്യടനം ഉപേക്ഷിക്കുന്നതെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധികളെ ഉദ്ധരിച്ച് ലാ നാസിയോൺ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. നവംബർ 17-ന് കൊച്ചിയിൽ ഓസ്ട്രേലിയക്കെതിരെ ലയണൽ മെസ്സി ഉൾപ്പെടുന്ന അർജന്റീന ടീം സൗഹൃദ മത്സരം കളിക്കുമെന്നായിരുന്നു നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. രഞ്ജി ട്രോഫിയിൽ മഹാരാഷ്ട്രയ്ക്കെതിരെ ആദ്യ ഇന്നിംഗ്സിൽ കേരളം 6 വിക്കറ്റിന് 183 റൺസ് എന്ന നിലയിൽ 3-ന് 35 റൺസ് എന്ന നിലയിലാണ് കേരളം 3-ാം ദിനമായി ഇന്ന് കളി ആരംഭിച്ചത്. സഞ്ജു സാംസൺ, മുഹമ്മദ് അസറുദ്ദീൻ കൂട്ടുകെട്ടാണ് തകർച്ചയിൽ നിന്നും ആതിഥേയരെ കരകയറ്റിയത്. സഞ്ജു സാംസൺ 54-ഉം മുഹമ്മദ് അസറുദ്ദീൻ 36-ഉം റൺസെടുത്ത് പുറത്തായി. ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.